Good morning. Everyone please close your eyes. കണ്ണുകളാണ് എല്ലാവരും കണ്ണടച്ച എല്ലാവരും. And then please scan yourself with your mind. നിങ്ങൾ ടോട്ടലി ഒന്ന് സ്കാൻ ചെയ്യുക. എന്നിട്ട് പ്ലീസ് അനലൈസ് യുവർ ഫീലിങ്സ്. ഹാപ്പി ആണോ, സാഡാണോ, കൺഫ്യൂഷൻ ആണോ, ആശങ്കയാണോ? ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ എത്രത്തോളം, സാഡ്നെസ് ആണെങ്കിൽ എത്രത്തോളം. Just scan yourself, your body, your mind and your organs and everything. And think about yourself. If you want to be more happy now, എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം, ഹാപ്പി ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക നിങ്ങളോട്. ആൻഡ് ദെൻ ഇഫ് യു ഗെറ്റ് ദി ആൻസർ യെസ്, പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ യെസ് പറയുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ യെസ്, അതാണ് കുറച്ചുകൂടി ഹാപ്പി ആകണം, ഇതിനേക്കാൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം എന്ന് തോന്നുന്ന ആളുകൾ മാത്രം ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. ഗ്രേറ്റ്, താങ്ക് യു. ഹാൻഡ്സ് ഡൗൺ. കണ്ണോർക്കാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, കുറച്ചുകൂടി ഹാപ്പി ആകാൻ, കുറച്ച് റിലാക്സ് ആകാൻ, കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ ഞാൻ എന്ത് ചെയ്യണം? പല ആൻസറും നിങ്ങൾക്ക് വന്നേക്കാം. ഏതായാലും അതിനൊരു അവസരം കിട്ടിയാൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യില്ലയോ എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്. ആൻഡ് യെസ് എന്നാണ് ആൻസർ എങ്കിൽ മാത്രം കൈ ഉയർത്തുക. അവസരം കിട്ടിയാൽ ഞാനത് യൂട്ടിലൈസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രം കൈ ഉയർത്തുക. ചില ആൾക്ക് കൈ ഉയർത്താൻ പോലും മടിയുണ്ട്. ഗുഡ്, ഹാൻഡ്സ് ഡൗൺ. ആൻഡ് ദെൻ ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കുക. എല്ലാവരും ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കുക. ചെറുപറ കൈയടിക്കുക, നന്നായിട്ട് കൈയടിക്കുക. പരസ്പരം അങ്ങോട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. അടുത്ത ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കണം, ചിരിക്കണം, ഒരു ഓൾ ദി ബെസ്റ്റ് പറയണം. ഓക്കെ, റെഡി? വൺസ് അഗൈൻ ഗിവ് എ ഷെയ്ക്ക് ഹാൻഡ്. നന്നായിട്ട്. ഓക്കെ, ഒന്നുകൂടി നന്നായിട്ട് ക്ലാപ്പ് ചെയ്ത്, ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാൻ പാടുന്നു പൊട്ടിച്ചിരിക്കാൻ. ചിരിച്ചോളൂ. ചിരിക്കാൻ ചാൻസ് തരാണ്. ചിരി വരുന്നില്ലേ? എന്നാൽ നിങ്ങൾക്ക് ചിരിക്കാനൊരു ഓപ്ഷൻ തരാം ഞാൻ. ഓക്കെ, 3 ടൈപ്പ് ചിരിയാണ്. ഓൾ ഓഫ് സ്റ്റാൻഡ്. ഗുഡ്. 3 ടൈപ്പ് ചിരിയാണ്. 1 ഹ ഹ ഹ, 2 ഹി ഹി ഹി, 3 ഹു ഹു ഹു. ഓക്കെ, തുടങ്ങല്ലേ? ഞാൻ അവസരം തരാൻ പോവാം. നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊന്നുകൂടി ആക്റ്റീവ് ആവണം, കുറച്ചുകൂടി ഹാപ്പി ആവണം, കുറച്ചുകൂടി റിലാക്സ്ഡ് ആവണമെന്ന്. കാരണം ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സാധാരണ ബാച്ചൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് ആളുകളും ചിരിക്കുന്നുണ്ട്. ഇതാരും ചിരിക്കണം, എല്ലാവരും പിടിച്ചിരിക്കുകയാണ്. എന്താ അതിന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. സോ നമ്മളങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും ടെൻസ്ഡ് ആയിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. റിലാക്സ് ചെയ്ത് കൂൾ ചെയ്തിട്ടിരിക്കണം. കാരണം ദിസ് ഈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതമാണിത്. അല്ലാതെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം ഇവിടെ 6 മാസം ഇങ്ങനെ കഴിഞ്ഞു കൂടില്ലല്ല. ഈ 6 മാസം നിങ്ങളുടെ ലൈഫാണ്. ആ ലൈഫ് എന്തായിരിക്കണം? റിലാക്സ്ഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, ഒപ്പം ലേണിങ് നടക്കുകയും വേണം. അമ്മ കറക്റ്റ്? അപ്പോൾ റെഡി? നിങ്ങൾ എന്നെ പറ്റിക്കാൻ പാടില്ല. തുടങ്ങല്ലേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹ ഹ ഹ 3 തവണ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. റെഡി? ഇങ്ങനെ ചിരിപ്പിച്ചാലും ചിരിക്കൂല നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാ അടുത്തേതാ? ഹി 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 ഹി. റെഡി? അപ്പൊ അടുത്തതാ? ഇത് 3ഉം ഒരുമിച്ച്. ഓക്കെ, ആദ്യം മുതൽ മാക്സിമം സൗണ്ടിൽ. ഇത് റെഡി ആയിട്ടില്ല, ഞാൻ വേറെ ടാസ്ക് വരും. ഇത് റെഡിയായി അവിടെ നിർത്തും. ഓക്കെ, അല്ലെങ്കിൽ പരസ്പരം നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ചാൻസ് യൂട്ടിലൈസ് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഇത് കയ്യൊക്കെ കെട്ടി സംഭവിച്ചു. അതല്ല, ഫ്ലെക്സിബിൾ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഗുഡ്, സിറ്റ് ഡൗൺ. ഇപ്പം മൂടൊക്കെ ഒന്ന് മാറിയില്ലേ? ഇവിടെ 5 6 ആളുകളെ വെൽക്കം ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാം കൈയടിച്ചു. ആർക്കോ വേണ്ടിയിട്ട്? യെസ് ഓർ നോ? അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും വെൽക്കം ചെയ്യാന്ന് കരുതുക. അപ്പോൾ ആഫ്റ്റർ വെൽക്കം നല്ലൊരു ക്ലാപ്പ് വേണം. റെഡി? 1 2 3 സ്റ്റാർട്ട്.
അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ ചെയ്ത ക്ലാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ റിസർവിൽ ഇങ്ങനെ കാത്തു വെച്ചിരിക്കുക. നമ്മളെ വീട്ടിലൊക്കെ നല്ല ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കും അൽമാരയിൽ. വർഷം 1 ആയി 2 ആയി 3 ആയി ആരോ വരാൻ വേണ്ടി കാത്തിരിക്കുക. നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നല്ല പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആരോ വന്നിട്ട് വേണം ഉപയോഗിക്കാൻ. നമ്മളത് ഉപയോഗിക്കാൻ യോഗ്യരല്ല. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നല്ല ക്ലാപ്പുണ്ട്, അതൊക്കെ വേറെ ആർക്കോ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇവിടെയുള്ള ആളുകൾക്കൊന്നും പറ്റണില്ല. നോക്കിയേ, അപ്പോൾ നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. സോ സ്കില്ലേജ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ മാജിക് ഉണ്ടാക്കാൻ മജീഷ്യൻസൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് സ്കില്ലേജ് ചെയ്യുന്നത്. അത് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. കാരണം ഈ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം ആരാന്ന് അറിയാം? മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെക്കാൾ വലിയ അത്ഭുതം ഈ ലോകത്തില്ല. ഈ ലോകത്ത് കാണുന്ന എല്ലാ അത്ഭുതങ്ങളും സൃഷ്ടിച്ച മനുഷ്യന്മാരാണ്. അപ്പൊ അതിന് വലിയ അത്ഭുതം മനുഷ്യൻ തന്നെയല്ലേ? ആലോചിച്ചോക്ക്. അപ്പൊ ആ മനുഷ്യന്റെ കഴിവുകളെ തിരിച്ചറിയാൻ ഒരവസരം നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പൊട്ട മണ്ട ഒന്നും പറ്റൂല, ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല ആളുകളും ആക്ഷേപിച്ചപ്പോൾ അതാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നടന്നു. പക്ഷെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള, വലിപ്പത്തിലുള്ള, രൂപത്തിലുള്ള, സ്മെല്ലുള്ള പൂക്കളെല്ലാം ഉണ്ടാകുക അല്ലേ? റോസിനെ നോക്കിയിട്ട് പറയാണ് നിനക്കെന്താ ചെമ്പരത്തി പോലായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസിന് ചിരിയേ വരിക. ചെമ്പരത്തിയോട് ചോദിക്കാതെ നിനക്ക് ജമ്പകം പോലെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ചെമ്പരത്തിക്ക് ചിരിയേ വരിക. അത് കറക്റ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളൊരാളാകാൻ ആഗ്രഹിക്കേണ്ടതില്ല, ട്രൈ ചെയ്യേണ്ടതില്ല, ശ്രമിക്കേണ്ടതില്ല. നമ്മളാകുക. നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തുക, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വിൽ കം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അക്കൗണ്ടിങ് കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഏത് കോഴ്സിനാണ് സ്കോപ്പ് കൂടുതൽ? ഏതിനാണ് സ്കോപ്പ് കൂടുതൽ? പറഞ്ഞോ. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ് ആരിങ്ങനെ വെറുതെ നിൽക്കുക. ഇവിടെ സ്കോപ്പ് കൂടുതൽ കോഴ്സിനല്ല, കോഴ്സ് സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കാണ്. നിങ്ങൾ മനോഹരമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. മനോഹരമായി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. മനോഹരമായി അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ മനോഹരമായി ചെയ്തിട്ടില്ലേ, സ്കില്ലേജിലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, സ്കോപ്പില്ല. ഒരു കോഴ്സോ സർട്ടിഫിക്കറ്റോ അല്ല നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ചെയ്യാൻ കഴിയുന്ന താല്പര്യങ്ങളാണ്, പരിശ്രമങ്ങളാണ്, എഫേർട്ടാണ്, റിസൾട്ടാണ്. അതിലേക്ക് നിങ്ങൾ എത്താനുള്ള എല്ലാ കപ്പാസിറ്റിയും ഇൻബിൽറ്റ് നിങ്ങളിലുണ്ട്. ആ ഇൻബിൽറ്റ് കപ്പാസിറ്റിയെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് AI കാലഘട്ടമാണ്. ടെക്നോളജി ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് ആണ്. ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകൾ കൊണ്ട് ലോകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ന് നിലവിലുള്ള 85% ജോലികളും അതുപോലെ ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. 2030 ഉണ്ടാകുന്ന ജോലികൾ എന്താണെന്ന് ഇപ്പോൾ നിർണ്ണയിച്ചിട്ടില്ല, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സും ഡിജിറ്റൽ മാർക്കറ്റ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് 2030 ഈ ജോലി ഇല്ലെങ്കിൽ വേറെ ജോലി ഉണ്ടോ നോക്കണ്ടേ? റിയാലിറ്റി ഞാൻ പറയണേ, വേണ്ടേ? അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത് ആരെയാണ്? നമ്മളെ ഡെവലപ്പ് ചെയ്ത്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത്, നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത്, അതിൻ്റെ കൂടെ മൂല്യങ്ങളും വാല്യൂസും ഒക്കെ ചേർത്ത് വെച്ചൊരു മനോഹരമായ മനുഷ്യനാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധ്യതകളുടെ ലോകം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം AI ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ടീച്ചറിനെ റിപ്ലേസ് ചെയ്തേക്കാം, ഡോക്ടറിനെ റിപ്ലേസ് ചെയ്തേക്കാം, മേ ബി നിങ്ങൾ ചെയ്യുന്ന പല ജോബിനെയും റിപ്ലേസ് ചെയ്തേക്കാം. പക്ഷേ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല, നന്നായി കെയർ ചെയ്യുന്ന ഒരാളെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല, നല്ല വാല്യൂസിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ 2030 ആകുമ്പോഴേക്കും റിപ്ലേസ് ചെയ്യപ്പെടാത്ത കഴിവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും, അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും, അത് നിങ്ങളുടെ വാല്യൂസ് ആയിരിക്കും, പേഴ്സണൽ വാല്യൂസ് ആയിരിക്കും, പേഴ്സണാലിറ്റി ആയിരിക്കും. സോ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മളെയാണ്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. സ്കില്ലേജിലേക്ക് കാലെടുത്ത് വെച്ച് നിങ്ങൾ വന്ന് തുടങ്ങിയത് മുതൽ നിങ്ങളുടെ ലൈഫിൽ വളർച്ചകൾ ഉണ്ടാകണം, ഉയർച്ചകൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം. ഇവിടെ വന്നത് മുതലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് വൺ, ഒന്നാമത്തെ കാര്യം, യു വാണ്ട് ടു എക്സ്പെക്ട് മോർ. യു വാണ്ട് ടു എക്സ്പെക്ട് മോർ ഫ്രം വെയർ? ഫ്രം ഹും? യാ, ഫ്രം യു.
നിങ്ങളിൽ നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. നോട്ട് ഫ്രം മീ, നോട്ട് ഫ്രം റഫീഖ് സാർ, നോട്ട് ഫ്രം സ്കില്ലേജ്, നോട്ട് ഫ്രം ദി ടീച്ചേഴ്സ്. എക്സ്പെക്ട് ഫ്രം യു. നിങ്ങളിലാണ് കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത്. നിങ്ങളിലാണ് കൂടുതൽ വിശ്വാസം അർപ്പിക്കേണ്ടത്. നിങ്ങളിലാണ് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത്. അല്ലാതെ സ്കില്ലേജിൻ്റെ ചിറകിലല്ല, ഞങ്ങളുടെ ചിറകിലല്ല നിങ്ങൾ പറക്കേണ്ടത്, നിങ്ങളുടെ ചിറകിലാണ്. ആ ചിറകിന് അത്യാവശ്യം പറക്കാനുള്ള സ്കില്ലും കഴിവും കപ്പാസിറ്റി നൽകൽ മാത്രമാണ് സ്കില്ലേജ് ചെയ്യുന്ന പരിപാടി. മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും സ്കില്ലേജ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യലല്ല, സിലബസ് തീർക്കലല്ല, സിലബസ് തീർത്തെന്ന് പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തരലല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് ഈച്ച് ആൻഡ് എവറി ഡേ യു ഹാവ് ടു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരിക. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ പറയണം, യെസ് ഞാൻ മാറിയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റമുണ്ട്. നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ഫാമിലിയും പറയണം, സ്കില്ലേജ് പോയതിനു ശേഷം മാറിയെന്ന്. കഴിഞ്ഞ ബാച്ചിലൊക്കെ പാരൻസ് പറഞ്ഞ മാതിരി ആദ്യ സ്കില്ലിൽ തന്നെ ചേർത്താൽ മതിയായിരുന്നു എന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പാരൻസ് മാറണമെങ്കിൽ ഞങ്ങൾക്കിവിടെ ഒരു മാജിക്കും ചെയ്യാനില്ല. ചെയ്യേണ്ടത് ആരെന്നാ നിങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് നിങ്ങളെ പ്രാപ്തമാക്കുക, അതിന് നിങ്ങളെ മനസ്സിനെ ഒരുക്കുക, നിങ്ങളെ തയ്യാറാക്കുക എന്ന പണി ഞങ്ങൾ ചെയ്യും. എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? സോ അതിന് ആദ്യം വേണ്ട ഒന്നാമത്തെ സാധനം, യു ഹാവ് ടു എക്സ്പെക്ട് മോർ ഫ്രം യു, നോട്ട് ഫ്രം അതേഴ്സ്. ആരോടെ? ES നല്ല ഉറപ്പുണ്ട്. ES കൊണ്ടാണെങ്കിൽ നടക്കൂല. ആരോടെ? ഗുഡ്, അതാ വേണ്ടേ. ആൻഡ് ദെൻ സെക്കൻഡ് തിങ്, ലോകത്ത് സ്വപ്നങ്ങളില്ലാത്തവരാരുമില്ല. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സ്വപ്നമില്ലേ? ആഗ്രഹമില്ലേ? ഇന്ന് എല്ലാ സ്വപ്നങ്ങളിൽ എല്ലാ ആളുകളും വിജയിക്കുന്നുണ്ടോ? വൈ നോട്ട്? എല്ലാവരും ഒരു സ്വപ്നം വേണം, ഉറക്കം കിടത്തുന്ന സ്വപ്നം വേണം. എൻ്റെ ഉറക്കമൊക്കെ മുഴുവൻ കിടത്തിക്കൊണ്ടിരിക്കുക സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ. അങ്ങനെ ഉറക്കം കിടത്തുന്ന സ്വപ്നങ്ങളൊക്കെ ഏകദേശം ആളുകൾക്കുണ്ട്. പക്ഷെ നടക്കണില്ല. എന്താ കാര്യം? സ്വപ്നം മാത്രമേ ഉള്ളൂ, സ്വപ്നത്തിലേക്ക് പോകാനുള്ള ഫോക്കസ് ഇല്ല. സ്വപ്നം അതാണെങ്കിൽ കോഴിക്കോടൊക്കെയാണ് ബസ് കയറിയത്, പക്ഷെ വൈത്തിരിയില്ല, അല്ലെങ്കിൽ മലപ്പുറത്ത് നല്ലൊരു ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി, നല്ല രസമുണ്ട് ബസ് സ്റ്റാൻഡ്, ഇവിടെ തന്നെ ഇരിക്കുക. പിന്നെ എങ്ങനെയാണ് കോഴിക്കോട് എത്തുക? ഇതാണ് നമ്മുടെ പ്രോബ്ലം. മെയിൻ പ്രോബ്ലം ഈസ് ഡിസ്ട്രാക്ഷനാണ്. ആലോചിച്ചോക്ക്, നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങൾ എന്തോ കാണാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എടുത്തു. നിങ്ങൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളിലേക്ക് വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതാണല്ലോ നല്ലതെന്ന് തോന്നി. അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് എത്തിയസ്വരണം വന്നതിന് ശേഷം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് കറക്റ്റ് ആയിരിക്കുക. ഫോക്കസ് കറക്റ്റ് ആവണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ വിജയമുണ്ടാകണമെങ്കിൽ, മാറ്റമുണ്ടാകണമെങ്കിൽ, സ്കില്ലേജിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ഫൈൻഡ് ഔട്ട് യുവർ ടൈം കില്ലർ ഓർ ടൈം സ്റ്റീലർ. നിങ്ങളുടെ സമയം കൊല്ലികളെ, സമയത്തെ കളവെടുക്കുന്ന കൊണ്ടുപോകുന്ന ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ലോകത്തെല്ലാ ആളുകൾക്കും 24 hours മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ സ്കില്ലിൽ വന്നുകൊണ്ട് 25 ആക്കാൻ നമുക്ക് പറ്റില്ല. 24 തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള നിങ്ങളുടെ 24-ൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുള്ളത്. ആ വർക്കുകൾ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് യുവർ ടൈം കില്ലർ, ഹൂ ഈസ് യുവർ ടൈം സ്റ്റീലർ. ആ ടൈം കില്ലറെയും ടൈം സ്റ്റീലറെയും നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. അത് മാറ്റിവെക്കാൻ തയ്യാറാകാത്ത കാലത്തോളം മാറ്റങ്ങളുണ്ടാവില്ല. സോ അത് മാറ്റാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരോ റെഡി? പോരാ? പറയാൻ സുഖമാണ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടും ഇനി ഇത് രണ്ടും എളുപ്പമുള്ള കാര്യം ആയിരുന്നുവെങ്കിലോ ലോകത്തെല്ലാവരും വിജയിക്കും. അത് എളുപ്പമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും വിജയിക്കാതെ ചില ആളുകൾ മാത്രം വിജയിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അത്ര എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും ജയിക്കും. ഇപ്പോൾ ഡോക്ടറാണെന്നുള്ളത് ഭയങ്കര എളുപ്പമാണെങ്കിൽ എല്ലാവരും ഡോക്ടറാണ്. പിന്നെ രോഗികളോട് ഉണ്ടാവില്ല, ഡോക്ടറെ കാണിക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ കുറച്ച് ടഫ്നെസ് ഉണ്ട്. ആ ടഫ്നെസ്സിനെ നമ്മൾ കോൺക്വർ ചെയ്യുമ്പോൾ നമുക്ക് ആളുകളിൽ നിന്ന് വ്യത്യസ്തമാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ കൂടുതൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഭാവിയെ ഭാസുരമാക്കാൻ കഴിയുള്ളൂ. സോ രണ്ടും പറയാൻ സിമ്പിളാണ്, യെസ് പറയാൻ സിമ്പിളാണ്, ചിന്തിക്കുമ്പോൾ സിമ്പിളാണ്, പറയുമ്പോൾ സിമ്പിളാണ്. ബട്ട് രണ്ടും കുറച്ച് ടഫസ്റ്റ് ഉള്ള കാര്യമാണ്. ആ ടഫസ്റ്റ് നമ്മൾ മറികടക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ, വിജയിക്കാൻ പറ്റും. ആമേ കറക്റ്റ്? ലവ്ലി? പോരാ? ഒന്നുകൂടെ ഈ എനർജി ടെമ്പോ എപ്പോഴും കീപ്പ് ചെയ്യണം. സ്കില്ലേജ് എന്ന് പറയുമ്പോൾ
നമ്മളിവിടെ നിങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അതോടൊപ്പം അതിൻ്റെ കൂടെ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിങ്ങളുടെ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയുള്ള ലോകത്ത് വേണ്ടത് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററെ അല്ല, നല്ല ഒരു ഡിജിറ്റൽ മാർക്കറ്ററെയാണ്. ഒരു അക്കൗണ്ടൻറ്റിനെ അല്ല, വിശ്വസ്തനായ ഒരു അക്കൗണ്ടൻറ്റിനെയാണ്. ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ല, നല്ല മാനുഷിക മൂല്യമുള്ളൊരു HR, സെയിൽസ്മാൻ, ഇത്തരമുള്ള ആളുകളെ നമുക്ക് ആവശ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന 2 വൈരുദ്ധ്യങ്ങൾ. വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്ന ശുക്ല അല്ലേ, അതേ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർണാടകയിലെ ധർമ്മടം എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക, ഒരു ശാലയിൽ, അത് എന്താ ശാല എന്ന് പറയാൻ കഴിയില്ല, 100ഓളം സ്ത്രീകളെ കുഴിച്ചു മൂടിയ കഥകൾ പറയാണ്. 100ഓളം സ്ത്രീകൾ, അതിലൊരു പെൺകുട്ടിയെ, 15 വയസ്സുള്ള പെൺകുട്ടിയെ ബാഗോട് കൂടി കുഴിച്ചു മൂടാനാണ് പറഞ്ഞത്. സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ഒരാൾക്ക് അയാളുടെ കാമം തീർക്കാൻ വേണ്ടി തോന്നുകയാണ്, അത് തീർക്കുന്നു, കുഴിച്ചു മൂടുന്നു. ആലോചിച്ചോക്കെ, രണ്ടും നമ്മുടെ രാജ്യത്ത് നടക്കുക. നമ്മുടെ രാജ്യത്ത് AI-യുടെയും ടെക്നോളജിയുടെയും വലിയ വലിയ വാർത്തകൾ വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് എന്താ പറയുക, പശുവിൻ്റെ മൂത്രത്തെക്കുറിച്ചും ചാണകത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ 2 എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ പോകുമ്പോൾ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പം കഴിഞ്ഞ 4 ദിവസങ്ങളിൽ വായിച്ച ചില ചർച്ചകളിൽ നിന്നാണ്, വാർത്തകളിൽ നിന്നാണ്. ഒന്നിപ്പോൾ ഈ വാർത്ത അനുസരിച്ച് ഒരാൾക്ക് മാനസാന്തരം സംഭവിച്ചു. അയാൾ വന്നിട്ട് പറയാണ്, എന്ത്, ഞാനിങ്ങനെ കുറേ ആളുകൾ കുഴിച്ചു മൂടി എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇവിടെ വേഗരയാന്ന് തോന്നുന്നു, വേറെ 2 കേസ് കണ്ടു. ഒരാൾ, ഞാൻ 10 വർഷം മുമ്പ് 2 ആളെ കൊന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ തുറന്നു പറയാണ് എന്ന് പറഞ്ഞിട്ട് ആ 2ാമത് കേസ് എടുത്തു വന്നു. തമിഴ്നാട്ടിൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു, പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ചെയ്ത പാപഭാരം ഏറ്റു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ താൽക്കാലികമായി നമുക്ക് പലതും ചെയ്യാൻ തോന്നും, നമ്മൾ ചെയ്യാൻ പലതും പ്രേരിപ്പിക്കും. അത് ചെറുതാകാം, വലുതാകാം, പലതും ആകാം. പക്ഷേ അതിൻ്റെ ഓർമ്മകൾ പിന്നെ നമ്മളെ നന്നായി ഉറങ്ങാൻ സമ്മതിക്കില്ല, ജീവിക്കാൻ സമ്മതിക്കില്ല, സമാധാനത്തോടെ ജീവിതം നമുക്ക് നൽകില്ല. അതിന് പകരം നമ്മൾ എങ്ങനെയാകണം, ഒരു മനുഷ്യനെ 100 പീസാക്കി വെട്ടി നുറുക്കി കഴിഞ്ഞ് അവസാനം കൊലപാതകം നടത്തി, കൊലപാതകം അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷമാപണം നടത്തിയപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് എല്ലാ ആളുകളും ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുക. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്താ അതിലൊരു യുക്തിയെന്ന്. കൊലപാതകം നടത്തിയിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? പക്ഷെ ഇവിടെ നടത്തുന്നത് എന്താണ്, ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ അവർക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഒരു കൊലപാതകയാണെങ്കിൽ പോലും ഒരു മാനസിക പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് നന്നായി ജീവിക്കാനുള്ള അവസരം കൊടുത്തുകൂടെ, ഒന്ന് ക്ഷമ കൊടുത്തുകൂടെ എന്ന് ആരാരുമല്ലാത്ത ഒരാൾ ചോദിക്കുന്നു. ഇതാണ് നന്മ. അത് മതം നോക്കിയിട്ടല്ല, വർഗം നോക്കിയിട്ടല്ല, ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യനാണോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാവുക. നന്മകളിലേക്ക് അടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെക്കുക. സ്കില്ലേജ് അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇടമായിരിക്കും, യാതൊരു സംശയമില്ല. ഇവിടങ്ങളിൽ നിങ്ങൾക്ക് നന്നായി സ്കിൽ ഡെവലപ്പ് ചെയ്യാനും പഠിക്കാനും ലേൺ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നല്ല അവസരങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾ പല ക്യാമ്പസുകളിലും പല സ്ഥലങ്ങളിലും കാണുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും ചെയ്തു പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു ഇടമായിട്ട് ഇതിനെ കാണരുത്. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. അതല്ല നമ്മളിവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ടോട്ടൽ ഡെവലപ്മെൻ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ മനോഹരമായ ഒരു ചേഞ്ചാണ്. അത് ഹാപ്പിയായും റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.